SKN40 കേരള യാത്രയിൽ കാസർഗോഡ് വൻ ജനപങ്കാളിത്തം. നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോയോടെയായിരുന്നു ജില്ലാ പര്യടനത്തിന് തുടക്കമായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യാത്രയ്ക്കൊപ്പം ചേർന്നു. യാത്രയെ ആവേശോജ്വലമാക്കി കയ്യൂരിലെ അമ്മക്കൂട്ടത്തിന്റെ ലഹരിവിരുദ്ധ പാട്ടുമായുള്ള നൃത്തം. ഷാൾ അണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെ ഹൃദയത്തോട് ചേർത്തു കാസർഗോഡൻ ജനത. പാട്ടുകാരി പർവീണ അരുൺ, വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. മോർണിംഗ് ഷോക്കിടെ തേജസ്വിനി പുഴയിലൂടെ ഹൗസ് ബോട്ട് യാത്ര. ഹൗസ് ബോട്ടിൽ പാട്ടും നൃത്തവുമായി സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, ഉണ്ണിരാജ, അഡ്വക്കേറ്റ് ഷുക്കൂർ, അഡ്വക്കേറ്റ് ഗംഗാധരൻ തുടങ്ങിയവരും പാട്ടുകാരൻ സുരേഷ് പള്ളി പറയും. പാട്ടിനൊപ്പം ചുവട് വെച്ച് SKN. തുടർന്ന് യാത്ര അച്ചാത്തുരുത്തിലേക്ക്. ലഹരി വിരുദ്ധ സന്ദേശവുമായി R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയെ പ്രശംസിച്ച് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ശ്രീകണ്ഠൻ നായരും നിങ്ങളെല്ലാം കൂടെ കീഴടക്കിയിരിക്കുകയാണ്. ഇന്ന് അവരുടെ എല്ലാം മനോമുകുരത്തിൽ നിങ്ങൾ ഈ നടത്തുന്ന യാത്രയ്ക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ജനങ്ങൾ ഇളക്കി മറിഞ്ഞിരിക്കുകയാണ്. അതിപ്പോ നിങ്ങൾ 30 ദിവസം സമാപിക്കുമ്പോ ഉണ്ടല്ലോ, കോഴിക്കോട് കടപ്പുറം സമുദ്രം, 2 സമുദ്രം. സിനിമാ നടനും കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യുമായ സിബി തോമസും യാത്രയിൽ പങ്കുചേർന്നു. ആദ്യം തന്നെ ഏറ്റവും ഒരു നന്ദി രേഖപ്പെടുത്തുക ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ. കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റവും കൂടുതലും ഈ ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഞങ്ങൾക്കാണ്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് SKN ഉപഹാരം സമ്മാനിച്ചു. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുജാത, ഹോസ്ദുർഗ് CI അജിത് കുമാർ, കാഞ്ഞങ്ങാട് ഫയർ ഓഫീസർ പവിത്രൻ എന്നിവരും യാത്രയുടെ ഭാഗമായി. ലഹരിയുടെ ഉപയോഗം ചെറുപ്പക്കാരിലേക്ക് യുവത്വം അതിന്റെ പിന്നാലെ പോകുന്നുണ്ടോ എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അപ്പൊ അതിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ എല്ലാ ശ്രമവും ഗവൺമെന്റ് തലത്തിലും പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാ വിഭാഗവും ഒത്തുചേർന്നുകൊണ്ട് ഒരു യുദ്ധം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലും പ്രത്യേകിച്ച് എന്റെ പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ ഉണ്ട്. 24 കാസർഗോഡ്.